ഹായ് കൂട്ടുകാരെ, ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഇപ്പം ഓൾമോസ്റ്റ് 4-5 ദിവസമായിട്ടുണ്ട്. അത്യാവശ്യം കുറേ ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എല്ലാവരോടും ഒരു സോറി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല. അത്യാവശ്യം ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല ഈ പറഞ്ഞ കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുന്നതിനും അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ യൂട്യൂബിലെ തന്നെ ഓരോരോ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോസ് ഞാൻ കുറച്ച് കുക്കിങ്ങിൻ്റെ വീഡിയോസ് ഇട്ടിരുന്നു. അതുപോലെ തന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ വോയിസ് ഓവർ കൊടുത്തപ്പം എൻ്റെ വോയിസ് സൗണ്ട് കുറവാണെന്നും അതുപോലെ ഞാൻ കുക്കിങ്ങിൻ്റെ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അതിൽ ഞാൻ മറ്റേ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എത്ര കൗണ്ട്, അതായത് എത്ര അളവാണ് ഞാൻ അതിൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ എന്നെ അറിയാവുന്ന കുറച്ച് ആളുകൾ ആണ് വീഡിയോസൊക്കെ കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെയൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം അത് എൻ്റെ ഭാഗത്തുനിന്നുണ്ടായ കുറച്ച് പോരായ്മകളാണ്. അതിന് ഞാൻ എല്ലാവരോടും സോറി പറയുന്നു. പിന്നെ അതിനൊരു എക്സ്പ്ലനേഷൻ എന്ന രീതിയിൽ ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ വോയിസിൻ്റെ കാര്യമാണെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വോയിസ് ഓവർ ഞാൻ കൊടുക്കുന്നത് ഡയറക്റ്റ് ഇങ്ങനെ കൊടുക്കുമ്പോൾ മൈക്ക് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഡയറക്റ്റ് പറയുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ സൗണ്ട് കുറവായിട്ട് വരുന്നത്. പിന്നെ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫോണിൽ വീഡിയോ ആയിട്ട് എടുക്കാൻ എനിക്ക് പറ്റണില്ല. ഞാനപ്പോൾ ഫോട്ടോസ് എടുത്തിട്ട് ആ ഫോട്ടോസ് ഞാൻ വീഡിയോ ആക്കി കൺവേർട്ട് ചെയ്തിട്ട് അതിന് വോയിസ് ഓവർ കൊടുത്തിട്ടൊക്കെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ പോരായ്മകളും കുറവുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പരിഹരിച്ചിട്ട് ഓരോ ദിവസവും ഞാൻ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ പരിഹരിച്ചിട്ട് ഞാനത് ക്ലിയർ ചെയ്ത് മുമ്പോട്ട് വരാം. പിന്നെ ഇൻഗ്രീഡിയൻസ് കുക്കിംഗ് വീഡിയോയിൽ ഞാൻ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകൾ ഞാൻ പറയുന്നില്ല എന്നൊരു കമൻറ്റ് കൂടി എനിക്ക് കിട്ടിയിരുന്നു. 1-2 പേര് പറഞ്ഞിരുന്നു. അപ്പം അത് ഞാൻ എന്തുകൊണ്ടാണ് പറയാത്തതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ എൻ്റെ ചാനൽ കാണുന്നതായിട്ടും അല്ലാത്തവരും എല്ലാവരും ഒരുപാട് അമ്മമാരും ചേച്ചിമാരും അനിയത്തിമാരും എല്ലാവരും കുക്ക് ചെയ്യുന്നവരാണ്. അത്യാവശ്യം എല്ലാവരും വീടുകളിൽ കുക്ക് ചെയ്യുന്നവരാണ്. ഇപ്പോൾ തന്നെ എല്ലാ ആളുകളും യൂട്യൂബിലായിക്കോട്ടെ വൈറലായിട്ടുള്ള എല്ലാ റെസിപ്പീസും സ്വന്തമായിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് ചെയ്യുന്നവരാണ്. ഒട്ടുമിക്ക ആളുകളും എല്ലാവരും അങ്ങനെ ചെയ്യുന്നവരാണ്. അപ്പം ഓരോരുത്തരും ചെയ്യുന്നത് ഓരോ രീതിയിലാണ്. അപ്പോൾ ഞാനാണെങ്കിലും പലരുടെയും കുക്കിംഗ് ചാനലിലെ വീഡിയോസ് കണ്ടിട്ട് പല സാധനങ്ങളും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് കണ്ടിട്ട് അതേപടി എനിക്കറിയില്ല ചെയ്യാൻ. ഞാൻ എൻ്റെതായ രീതിയിൽ ആണ് ചെയ്യുന്നത്. അപ്പം എൻ്റെതായ അളവുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട് ഞാൻ എൻ്റെതായ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം എൻ്റെ വീട്ടിൽ ഞങ്ങൾ 4 പേർക്ക് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ 5 പേർക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല വേറൊരു വീട്ടിൽ 2 പേരായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ 3 പേരായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഒരു അളവും കാര്യങ്ങളും നമ്മൾക്കറിയാം. നമ്മുടെ വീട്ടിൽ ഇത്ര പേർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ 1 സ്പൂൺ മുളക് പൊടി ഇടുമ്പം ചിലപ്പോൾ വേറെ ആൾക്ക് 2 സ്പൂണായിരിക്കും വേണ്ടത്. അവരുടെ എരിവ് കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ അംഗങ്ങളുടെ അളവ് വെച്ചിട്ട് ഞാനൊരു 100 ഗ്രാം കടലയാണ് കറി വയ്ക്കാൻ എടുത്തതെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എടുക്കുമ്പോൾ അത് ചിലപ്പം 250 ഗ്രാം ആകാം, 200 ഗ്രാം ആകാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചേർക്കുന്ന സാധനങ്ങളിലും അളവുകളിൽ വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അളവുകളൊന്നും പറയാത്തത്. അപ്പം അത് എല്ലാവരും എന്നോട് ക്ഷമിക്കുക. അത്യാവശ്യം എല്ലാവർക്കും കുക്ക് ചെയ്യാൻ അറിയാം, എല്ലാവർക്കും ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാം, എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുമുണ്ട്. അപ്പോൾ ഓരോരുത്തരും ചെയ്യുന്ന ഓരോരോ സ്റ്റൈലാണ്, ഓരോരോ രീതികളാണ്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും ഞാൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എൻ്റെതായ രീതികൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അതിന് അക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുന്ന രീതികൾ എനിക്ക് കമൻ്റായിട്ട് പറഞ്ഞു തരിക. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലുള്ള തെറ്റുകുറ്റങ്ങളും എനിക്ക് പറഞ്ഞു തരിക. അപ്പോൾ ഇത്രയും ഒന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇനിയും ഇത്രയും ദിവസം എന്നെ ഈ ഒരു 4-5 ദിവസം കൊണ്ട് ഒരുപാട് സപ്പോർട്ട് തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബാണ് നമുക്ക് മസ്റ്റായിട്ട് വേണ്ടത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ. ഗുഡ് നൈറ്റ്.